റിപ്പോർട്ടർ ടിവി പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാലിനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. സൈബർ ഓപ്പറേഷൻ വിഭാഗം SP ഹരിശങ്കറിനാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ DGPക്ക് നൽകിയ പരാതി സൈബർ വിഭാഗത്തിന് കൈമാറുകയായിരുന്നു. അരുൺ സോളമൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നിരവധി ഹാൻഡിലുകളിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ സൈബർ ആക്രമണവും കൊലവിളി പോസ്റ്റുകളും ഒക്കെ ഉണ്ടായത്. ഇതിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനീത, നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DGP ഇപ്പോൾ സൈബർ അന്വേഷണ വിഭാഗത്തിനാണ് ഈ കേസ് കൈമാറിയിരിക്കുന്നത്. SP ഹരിശങ്കറിനാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കാനുള്ള ചുമതല. നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച് തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റായിട്ടുള്ള ആർ റോഷിപാൽ നൽകിയ വാർത്തകളുമായി ബന്ധപ്പെട്ടാണ് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും കൊലവിളിയും സൈബർ ആക്രമണവും നടത്തിയത്. ഈ വിഷയത്തിൽ പ്രധാനവുമായി കോൺഗ്രസ് നേതാവ് നിസാർ കുംബ്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഈ വലിയ തോതിലുള്ള ഒരു സൈബർ ആക്രമണം റോഷിപാലിനെതിരെ ഉണ്ടാവുകയും അത് തുടർന്ന് വധഭീഷണി ഉണ്ടാവുകയും ഉള്ള ചുവയുള്ള മെസ്സേജുകൾ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഉണ്ടാവുന്നു. ഇതിനെ തുടർന്നാണ് ശരിക്കും KUWG ആദ്യമായി രംഗത്ത് വരുന്നു. പത്രപ്രവർത്തകർ യൂണിയനാണ്, സംസ്ഥാന നേതൃത്വമാണ് റോഷിപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് ഇത്തരത്തിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു, ക്രിമിനൽ രാഷ്ട്രീയം അനുവദിക്കാൻ പാടില്ല, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ DGPയും കേസ് അന്വേഷിക്കണം, അതുമായി ബന്ധപ്പെട്ട് KUWG ഒരു പരാതി നൽകും എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യമായി വന്നത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ DGPക്ക് ഒരു പരാതി കൈമാറിയിരുന്നു. നിലവിൽ ഈ പരാതിയുമേലാണ് ഇപ്പോൾ DGP സൈബർ ഓപ്പറേഷൻ വിഭാഗം SP ഹരിശങ്കറിന് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. നിലവിൽ ഈ കേസ് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ നിലവിൽ നേരത്തെ സൂചിപ്പിച്ച ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള നിസാർ കുംബ്ല എഴുതിയിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ കൈപ്പാങ്ങൽ കിട്ടിയ ഈ മാപ്രയെ തീർത്ത് കളയണം എന്നൊരു രീതിയിലുള്ള വധഭീഷണി ചേർന്ന ഒരു മെസ്സേജ് ആയിരുന്നു ശരിക്കും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിസാർ കുംബ്ലയുടെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, നിസാർ കുംബ്ലയെ അനുകൂലിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ സമാനതകളില്ലാത്ത രീതിയിൽ വധഭീഷണിയും സൈബർ ആക്രമണവും ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം DGPക്ക് പരാതി കൈമാറിയത്. ഈ പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് ലൈക്ക് ചെയ്യുകയും ചെയ്തു എന്നതാണ് നമ്മളെ ഞെട്ടിച്ചത്. ഏതായാലും അക്കാര്യങ്ങളിൽ തന്നെ ഇത് ഷെയർ ചെയ്തവർ, ഇതിനെ അനുകൂലിച്ചവർ, അവരിലേക്കൊക്കെ തന്നെയും അന്വേഷണം നീളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും വിനീത, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ KUWG ആദ്യമായി പരാതി നൽകുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ തന്നെ നിസാർ കുംബ്ല ഫേസ്ബുക്കിൽ നിന്ന് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി നിസാർ കുംബ്ലയെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ധാരാളം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. റോഷിപാലിനെതിരെയും അദ്ദേഹം വീണ്ടും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വധഭീഷണി ചേർന്നിട്ടുള്ള ഒരു പരാമർശങ്ങളൊന്നും ഇല്ല. എന്തായാലും ഈ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ്, നിസാർ കുംബ്ല ഡിലീറ്റ് ചെയ്ത ഈ പോസ്റ്റ് അടക്കം സൈബർ വിഭാഗം അന്വേഷിക്കും. അത് ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് റിക്കവർ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും സൈബർ ഇടത്തു നിന്നുണ്ടാവുക. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ നിസാർ കുംബ്ലയുടെ ഫേസ്ബുക്കിന് താഴെ കമന്റുകൾ, വലിയ തോതിലുള്ള വധഭീഷണി ചേർന്ന കമന്റുകളുണ്ട്. പല പ്രവർത്തകരും നേതാക്കളും ഈ പോസ്റ്റ് ഷെയർ ചെയ്തവരുണ്ട്. ഇവരിലൊക്കെയും വിപുലമായിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണം തന്നെ സൈബർ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെ വിനീത നമുക്ക് പ്രതീക്ഷിക്കാം.